ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന നഴ്സറിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു കേട്ടോ. നല്ല ഇനം ബുഷ് ഓറഞ്ചിൻ്റെ വെരിഗേറ്റഡ് തൈകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്റ്റാറ്റസും ഞാൻ കണ്ടിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമല്ലോ എന്ന് കരുതിയതാണ്. അങ്ങനെ ആ നഴ്സറിയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഒരു ചെറിയ തൈയിൽ തന്നെ ധാരാളം വെരിഗേറ്റഡ് ആയിട്ടുള്ള ബുഷ് ഓറഞ്ചസ് ഉണ്ടായി നിൽക്കുകയാണ്. ഈ വെരിഗേറ്റഡ് എന്താണെന്ന് മനസ്സിലാവാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇലകളൊക്കെ പച്ച കളറല്ലേ, ഏതൊരു പ്ലാന്റിൻ്റെ ആണെങ്കിലും. ഇത് വെള്ളയും പച്ചയും മിക്സ് ചെയ്ത പോലത്തെ കളേഴ്സാണ് അതിലുണ്ടാവുക. കുറച്ച് ഭാഗത്തൊരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഭാഗത്ത് ഗ്രീൻ ഉണ്ടാവും, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ കാണാൻ ഇലകളൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഏത് ചെടിയുടെ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാലും വെള്ളയും പച്ചയും മിക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കും അതിൻ്റെ ഇലകളിലും കായ്കളിലും ഒക്കെ ഉണ്ടാവുക. എപ്പോഴും നമ്മളിങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് കായ പിടിച്ച് നിൽക്കുന്ന പ്ലാന്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചില സമയത്ത് അത് പിടിച്ചു കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കായ പിടുത്തമുള്ളത് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ എന്തായാലും ഒന്ന് വെരിഗേറ്റഡ് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പണ്ട് ഞാൻ ഈ ബുഷ് ഓറഞ്ചൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറിയ തൈകളായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് കായൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ ചെറിയ പൂക്കൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ പയ്യെ വലുതായി വരുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ മണ്ണിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല, നമ്മളിവിടെ കൊണ്ട് നട്ടുന്ന സമയത്ത് അത് എത്ര നമ്മൾ വളം കൊടുത്താലും വളരാറില്ല. ഇനി കുറച്ചൊക്കെ ഒരു വളർച്ച ഉണ്ടായാൽ തന്നെയും അത് പെട്ടെന്ന് തന്നെ ആ ചെടി കേടായി പോകാൻ നശിച്ചു പോകാൻ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഒരു 4-5 തവണ ഒക്കെ വാങ്ങിച്ച് നട്ടിട്ട് എൻ്റെ ബുഷ് ഓറഞ്ച് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് ഞാൻ വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കായ പിടിച്ചു തുടങ്ങിയത് നോക്കിയിട്ടുള്ള വലിയ തൈ വാങ്ങിക്കാൻ വലിയ തൈ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മളത് ഹാർവെസ്റ്റ് ചെയ്ത് പഴങ്ങളെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ആദ്യമേ പൂവിട്ട് തുടങ്ങും, പിന്നെ അത് കായാവും. അങ്ങനെ അതൊരു റൊട്ടേഷനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ അതങ്ങനെ പോയിക്കോളും. ഇപ്പോൾ എനിക്കതാ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് നിറയെ കായ്കളുള്ള തൈ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങാൻ കാരണം. പിന്നെ അത് ആ ഒരു തൈ നമ്മൾ എടുത്തു കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നന്നായിട്ട് കായ്കളുള്ളതായിരുന്നു. പിന്നെ ഇതാ നമ്മൾ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല നോക്കുക, എല്ലാ ചെടികളൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ ഒരുപാട് ചെടികളുണ്ടായിരുന്നു, എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ചൈനീസ് ബാൽസം കണ്ടപ്പോൾ അതിൻ്റെ ഒരു 3 കളറ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുണ്ടായിരുന്നു, അതെടുത്തു. ഒരു തൈക്ക് 120 രൂപയാണ് അവർ പറഞ്ഞത്. ഒരു മീഡിയം സൈസ് കുഞ്ഞൊരു പോട്ടിൽ ഒരു അത്യാവശ്യം കുറച്ച് വളർച്ചയായി തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ 120 രൂപ ആ ഒരു തൈക്കെന്ന് പറയുമ്പോൾ ഒരല്പം വില കൂടുതൽ തന്നെയാണ്. പക്ഷേ എന്തെങ്കിൽ നല്ലൊരു കളറായതുകൊണ്ട് എനിക്കത് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തു കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.